ഹായ് ഹലോ ബ്രൈനി ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? BBR എല്ലാ ദിവസവും ഒരു ടൈം ടേബിൾ തരുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അതിൻ്റെ ക്ലാസ്സും PDF-ഉം ഒക്കെ തരുന്നുണ്ട് അല്ലേ? അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം. രാത്രി തരുന്ന മോക്ക് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ആ ടൈമിന് തന്നെ എല്ലാം ചെയ്യാം. ഒരിക്കലും പെൻഡിങ് വെക്കരുത്. പെൻഡിങ് വെച്ചാൽ എന്താ ഉണ്ടാവുക? പിന്നെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ പെൻഡിങ് വരും. നമുക്ക് കേട്ട് തീർക്കാൻ കഴിയില്ല. അത്രയും ക്ലാസ്സുകളാകും പിന്നെ. അപ്പോൾ എല്ലാ ക്ലാസ്സും അന്നന്ന് തന്നെ നമ്മൾ പഠിക്കുക. അത് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. നമ്മൾ PDF വായിക്കുക. എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. നമുക്ക് നെഗറ്റീവ് വന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വീണ്ടും വായിച്ച് പഠിക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് പോവാം. കേട്ടല്ലോ? അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാലോ? നമ്മുടെ ടോപ്പിക്കാണ് ഭരണഘടന. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഈ അടുത്ത് കാണുന്ന നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രസ്താവനാ തലത്തിലുള്ള ചോദ്യങ്ങളാണ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും എന്താണ്? പ്രസ്താവനാ തലത്തിലുള്ളതാണ്. PSC കൂടുതൽ പ്രാധാന്യം നൽകുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനത്തേതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? കാണാതെ പഠിച്ചിട്ട് PSC എഴുതാൻ പോകരുത്. ഓരോ വസ്തുതകളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെയുള്ള ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് BBR നൽകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? സജീവമായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും. തീർച്ചയായും നമുക്ക് നല്ലൊരു വിജയം ഉറപ്പാക്കാം. അപ്പോൾ നമുക്ക് ഭരണഘടനയിലേക്ക് പോകാം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണെന്ത്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് നമ്മുടെ ഭരണഘടന. ഒരു കൂട്ടം നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെയാണ് എന്തിലുള്ളത്? നമ്മുടെ ഭരണഘടനയിലുള്ളത്. ഒരു കൂട്ടം നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അത് അനുസരിക്കൽ നിർബന്ധമാണ്. അനുസരിച്ചിട്ടില്ലെങ്കിൽ നമുക്കതിന് പണിഷ്മെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭരണഘടനയിലുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ എന്തിലാണുള്ളത്? നമ്മുടെ ഭരണഘടനയിലാണുള്ളത്. എന്തിനാണ് നമുക്ക് ഭരണഘടന? എന്തിനാണ് നമുക്ക് ഭരണഘടന? നാം എന്താണ്? നമ്മൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്താണ് അല്ലേ? നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളും ഉണ്ട്. എല്ലാ ആളുകളും ഒരുപോലെയാണോ? അല്ലല്ലോ. ഇനിയിപ്പോൾ മതം എടുക്കുകയാണെങ്കിൽ തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്. ചിലർ ഹിന്ദു ആകാം, ചിലർ മുസ്ലിം ആവാം, ചിലർ ക്രിസ്ത്യൻ ആവാം. അതുമല്ലെങ്കിൽ ചിലർക്ക് മതമേ ഉണ്ടാവില്ല അല്ലേ? അവരുടെ ജോലി വ്യത്യസ്തമല്ലേ? താല്പര്യവും വ്യത്യസ്തമല്ലേ? കഴിവുകൾ വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തത അവർ തമ്മിലുണ്ട് അല്ലേ? നമ്മളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യസ്തതയുണ്ട്. ചിലർ ഭയങ്കര പണക്കാരായിരിക്കും, ചിലർ ദരിദ്രരായിരിക്കും. അവരുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരേ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഇന്ത്യ എന്നുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകളൊക്കെ വ്യത്യസ്തരാണെങ്കിലും നമ്മൾ ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്താണ് ജീവിക്കുന്നത് അല്ലേ? നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങൾക്കും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എന്താ വേണ്ടത്? ഒരു പരസ്പര സഹകരണം വേണം. നമുക്ക് എന്ത് ചെയ്യണം? ഒരു രാജ്യത്ത് സമാധാനപരമായിട്ട് ജീവിക്കണം. വേണ്ടേ? നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ തമ്മിൽ തല്ലൊക്കെ ആയിട്ട് അടിയും പിടിയും ഒക്കെ ആയിട്ട് ജീവിച്ചാൽ മതിയോ? പോരാ. നമുക്ക് സമാധാനത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത്. ഇങ്ങനെയുള്ള സമാധാനം ഉറപ്പുവരുത്താൻ നമുക്ക് എന്ത് വേണം? നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന കുറച്ച് നിയമങ്ങൾ വേണ്ടേ? അങ്ങനെയുള്ള നിയമങ്ങളാണ് എന്ത്? നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്.
സമൂഹത്തിലെ എല്ലാവർക്കും ബാധകമാകുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അതെല്ലാവരും അറിയുന്ന വിധത്തിലും അങ്ങനെയുള്ള നിയമങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അറിഞ്ഞാൽ മാത്രം മതിയോ? പോരാ, നമ്മളത് പ്രവർത്തിക്കണം. നമ്മുടെ നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതെന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അപ്പോൾ സമൂഹത്തിൽ എല്ലാവരും അതെന്ത് ചെയ്യണം? അനുസരിക്കണം. നിയമപരമായി നടപ്പിലാക്കപ്പെട്ട ഒരു നിയമമാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അത് അനുസരിക്കാത്തവർക്ക് നമ്മൾ ശിക്ഷ നൽകും, ഇല്ലേ? അപ്പോൾ അത് നിയമം അനുസരിക്കാനുള്ള ഒരു ഉറപ്പല്ലേ? നിയമം അനുസരിക്കാത്തവർക്ക് നമ്മൾ ശിക്ഷ നൽകുമ്പോൾ അത് നിയമം അനുസരിക്കാനുള്ള ഒരു ഉറപ്പാണ്, അല്ലേ? അപ്പോൾ സമൂഹത്തിൽ അംഗങ്ങൾക്കിടയിൽ ഒരു കോർഡിനേഷൻ വരണമെങ്കിൽ അവിടെ എന്തോ ഒന്ന് വേണ്ടേ? അതാണ് നമ്മുടെ ഭരണഘടന. അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഭരണഘടന. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു രാജ്യത്തെ രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് എന്താണ്? ഭരണഘടനയാണ്. ഒരു സമൂഹത്തിൽ തീരുമാനമെടുക്കാനും ആ തീരുമാനമെടുക്കാനുള്ള അവകാശം, അധികാരം ആർക്കാണ് എന്നൊക്കെ നിർണ്ണയിക്കുന്നത് എന്താണ്? ഭരണഘടനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എന്തെങ്കിലും ചെയ്യണം, ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ ഭരണഘടന ഫോളോ ചെയ്തിട്ടാണ്, അല്ലേ? അപ്പോൾ ഇതാണ് ഭരണഘടന. എന്താണ് ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു വാക്ക് എവിടുന്നാണ് വന്നത്? കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആ ഒരു വാക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം, ഈ കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥാപിക്കുക എന്നാണ്. എന്താണ്? സ്ഥാപിക്കുക. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. എന്താണ് ഭരണഘടന? നിയമസംഹിതയാണ് ഭരണഘടന. അത് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്നതാണ്, അല്ലേ? ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയാണ്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. അതായത് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതിയതുണ്ട്, എഴുതപ്പെടാത്തവയുണ്ട്. ചില രാജ്യങ്ങളിൽ എന്താണ്? ഭരണഘടനയ്ക്ക് പ്രമാണങ്ങളൊന്നുമില്ല. പക്ഷേ ചില രാജ്യങ്ങൾക്ക് പ്രമാണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് ലിഖിത ഭരണഘടനയാണ് കേട്ടോ. രേഖകളുള്ളവയാണ് ലിഖിത ഭരണഘടന. അങ്ങനെയുള്ള ലിഖിത ഭരണഘടനയിൽ ഏറ്റവും വലുത് ഏതാണ്? നമ്മുടെ രാജ്യത്തിൻ്റേതാണ്, ഇന്ത്യയുടേതാണ്. നമുക്ക് ഈ അമേരിക്കൻ ഭരണഘടനയുണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മൾ ഏറ്റവും വലുത് നമ്മുടേതാണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഏറ്റവും ചെറുത് ആരുടെ ഭരണഘടനയാണ്? അമേരിക്കയുടേതാണ്. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന ആരുടെയാണ്? അമേരിക്കയുടെയാണ്. അമേരിക്കൻ ഭരണഘടന ആരാണ് ഉണ്ടാക്കിയത്? ആരാണ് അതിൻ്റെ ശില്പി? ജെയിംസ് മാഡിസൺ. ആരാണ് ശില്പി? ജെയിംസ് മാഡിസൺ. അതിലെത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? ജെയിംസ് മാഡിസൺ തയ്യാറാക്കിയ അമേരിക്കൻ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾസാണുള്ളത്? 7 ആർട്ടിക്കിൾസാണുള്ളത്. എത്ര എണ്ണമാണ്? 7. അങ്ങനെയുള്ള അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണെന്നറിയോ? 1789 എന്നാണ്. 1789. ഒന്ന് നോക്കിയേ ആ ഒരു നമ്പർ. 7 കഴിഞ്ഞിട്ടാണ് 8, 8 കഴിഞ്ഞിട്ടാണ് 9, അല്ലേ? 1, 7, 8, 9.
അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ് 1789 ഈ അമേരിക്കൻ ഭരണഘടന 27 തവണ, എത്ര തവണ? 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ ഭേദഗതിയിൽ ആദ്യത്തെ 10 ഭേദഗതികളെ പറയുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികളാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവകാശങ്ങളാണ്. ഈ സ്വതന്ത്രമായ സംസാരം അങ്ങനെയൊക്കെ തുടങ്ങി മതസ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ക്രൂരവും അസാധാരണവുമായ ശിക്ഷ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള അവകാശങ്ങൾ, അതാണ് ബിൽ ഓഫ് റൈറ്റ്സ്. അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മുടെ മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. ബിൽ ഓഫ് റൈറ്റ്സ് എന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? അമേരിക്കൻ ഭരണഘടനയുടെ ഭാഗമാണ്. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ ഭാഗമാണ്. അങ്ങനെ ആദ്യത്തെ ആ 10 അമെൻമെൻറ്റ്സ് ആണ് എന്ത്? ബിൽ ഓഫ് റൈറ്റ്സ്. ഈ അമേരിക്കൻ ഭരണഘടന നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറുതാണെന്ന്, എഴുതപ്പെട്ടതാണെന്ന് പറഞ്ഞു. ആ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന അതാരുടേതാണ്? അമേരിക്കയുടേതാണ്. ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ആരുടെയാണ്? അമേരിക്കയുടേതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എത്ര തരം ഭരണഘടനയുണ്ട്? എഴുതപ്പെട്ടതുണ്ട്, അല്ലാത്തവയുണ്ട്. അതായത് ലിഖിതമുണ്ട്, അലിഖിതമുണ്ട്. അങ്ങനെയുള്ള അലിഖിത ഭരണഘടന ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. അലിഖിത ഭരണഘടനയാണ് എവിടെയുള്ളത്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. ലിഖിത ഭരണഘടന എവിടെയൊക്കെയുണ്ട്? ഇന്ത്യയിലുണ്ട്, അമേരിക്കയിലുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും വലുത് ആരുടേതാണ്? നമ്മുടെ ഇന്ത്യയുടേത്. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതാണ് അമേരിക്കയുടേത്, ഏറ്റവും പഴയതാണ് അമേരിക്കയുടേത് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ ഭരണഘടന ചർച്ച ചെയ്യുമ്പോൾ ഭരണഘടനയുടെ ശില്പി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് BR അംബേദ്കറുടെ പേര്. ഈ BR അംബേദ്കറെ പറയുന്നൊരു പേരാണ് ആധുനിക മനു. BR അംബേദ്കറെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ആധുനിക മനു. ആരാണ് ഈ മനു? ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനു. ആരാണ് മനു? ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനു. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെയാണ് എന്ത്? ഭരണഘടന എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ നിയമസംഹിത എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? നമുക്ക് തോന്നൂലേ നമ്മുടെ ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ നിയമസംഹിത ഏതായിരിക്കും എന്നൊരു തോന്നൽ വരില്ലേ? ഏതാണത്? ഹമ്മുറാബിയുടെ നിയമാവലി. എന്താണ് ഹമ്മുറാബിയുടെ നിയമാവലി? ആരാണ് ഹമ്മുറാബി? ബാബിലോണിയയിലെ രാജാവാണ്. ഹമ്മുറാബി ആരാണ്? ബാബിലോണിയയിലെ രാജാവായിരുന്നു. ഈ നിയമാവലി എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ ഉണ്ടാവുമല്ലോ, അവരുടെ ശാരീരിക ശിക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയ ഒന്നാണ് ഹമ്മുറാബിയുടെ നിയമാവലിയിൽ പറയുന്നത്. അങ്ങനെയുള്ള ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവാണ് ഹമ്മുറാബി. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവാണ് ഹമ്മുറാബി. പിന്നെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതല്ലോ. ഇന്ത്യൻ ഭരണഘടന എന്നാണ് നിലവിൽ വന്നത്? ഈ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. 1950 ജനുവരി 26. ഈ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി ആരാണ് തയ്യാറാക്കിയത്? കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റൈസാദ.
ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേര് അല്ലേ, നല്ല ഭംഗിയുണ്ട് പേര് കേൾക്കാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദ. ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടന. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടന. ഇനി നമ്മൾ ഒരുപാട് ആശയങ്ങൾ, നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് ആശയങ്ങൾ നാം ഓരോ രാജ്യത്തു നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ബ്രിട്ടനിൽ നിന്നൊക്കെ ഒരുപാട് കടമെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു ബ്രിട്ടനിലാണ് ഭരണഘടന എന്ന ആശയം രൂപം കൊണ്ടത്. ഈ ബ്രിട്ടനിലാണ് ഭരണഘടന എന്ന ആശയം രൂപം കൊണ്ടത്. നമ്മൾ മാതൃകാ ഭരണഘടന എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ഭരണഘടനയാണ്. മാതൃകാ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടൻ്റെ ഭരണഘടനയാണ്. ഈ ബ്രിട്ടനെ നമ്മൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നു. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ്? ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രിട്ടനിൽ എങ്ങനെയുള്ള ഭരണഘടനയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? അലിഖിതം, എഴുതപ്പെടാത്ത അലിഖിത ഭരണഘടനയാണ് ബ്രിട്ടനിലുള്ളത്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്കൊരു ഭരണഘടന വേണം അല്ലേ? അങ്ങനെ ആ ഒരു ഭരണഘടനയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട കുറച്ച് നാൾ വഴികളുണ്ട്. നമ്മുടെ ആ ഒരു ഭരണഘടനയിലേക്കുള്ള പ്രയാണമാണ് നമ്മളിനി പറയുന്നത്. കേട്ടല്ലോ? ഈ എം എൻ റോയ് പറഞ്ഞത് എന്താണ്? ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്നൊരാവശ്യം ആദ്യമായി ഉന്നയിച്ച വ്യക്തിയാണ് എം എൻ റോയ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് ആദ്യമായിട്ടുള്ള അങ്ങനെയുള്ളൊരു ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി ആരാണ്? എം എൻ റോയ്. ഈ എം എൻ റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ എം എൻ റോയ് ആരാണ്? CPIയുടെ സ്ഥാപകനാണ്. എം എൻ റോയ് ആരാണ്? CPIയുടെ സ്ഥാപകനാണ്. ജനകീയ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? എം എൻ റോയ് ആണ്. ജനകീയ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി എന്ന് പറയുന്നത് എം എൻ റോയ് ആണ്. ഈ എം എൻ റോയ് നമ്മൾ പറഞ്ഞു ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ്? എം എൻ റോയ് ആണ്. ഈ എം എൻ റോയ് ഈ ആവശ്യം മുന്നോട്ട് വെച്ച പത്രമുണ്ട്. ആ പത്രത്തിൻ്റെ പേരാണ് ദ ഇന്ത്യൻ പാട്രിയോട്ട്. എന്താണ് പത്രത്തിൻ്റെ പേര്? ദ ഇന്ത്യൻ പാട്രിയോട്ട്. ഇങ്ങനൊരാവശ്യം എം എൻ റോയ് മുന്നോട്ട് വെച്ചത് എന്നാണ്? 1934. ഇങ്ങനൊരാശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്നാണ്? 1934. ഇങ്ങനെ ഈ ആവശ്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു. എന്നാണ് അംഗീകരിച്ചത്? 1940. 1931 ആവശ്യം ഉന്നയിച്ചു. 1934 ആവശ്യം ഉന്നയിച്ചു. 1940 എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഈ ആവശ്യം അംഗീകരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച വ്യക്തിയാണ് എം എൻ റോയ് എന്ന്. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടല്ലോ, ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം, അങ്ങനൊരു ആശയം ആദ്യം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി, നോട്ട് ചെയ്യുക, രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. രാഷ്ട്രീയ പാർട്ടിയാണ് ഏത്? സ്വരാജ് പാർട്ടി. ഈ സ്വരാജ് പാർട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വരാജ് പാർട്ടി എന്നാണ് നിലവിൽ വന്നത്? 1923. സ്വരാജ് പാർട്ടി നിലവിൽ വന്ന വർഷമാണ് 1923. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡൻ്റാണ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡൻ്റ് ആണ് CR ദാസ്. അതിൻ്റെ സെക്രട്ടറിയാണ് മോത്തിലാൽ നെഹ്റു. സെക്രട്ടറിയാണ് ആര്? മോത്തിലാൽ നെഹ്റു. ഇനി INCയെ കുറിച്ച് കേട്ടോ. നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആ ഭരണഘടന എന്നൊരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ട നാൾ വഴികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു പ്രയാണം, അതിൽ INCയുടെ പങ്ക്. ഈ ഭരണഘടന നിർമ്മാണ സഭ, നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല.
അത് ഒരുപാട് പേരുടെ പ്രയത്നമാണ്. അതിന് വേണ്ടിയിട്ടൊരു സഭ രൂപീകരിക്കും ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ആദ്യ സമ്മേളനം, ഈ ഒരു പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1935 ബോംബെ സമ്മേളനം. അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ ഭരണഘടന വേണമെന്ന് ഔദ്യോഗികമായി INC അംഗീകരിച്ചു എന്ന് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് INC ഈ ഒരു ആവശ്യം അംഗീകരിച്ചത്? 1937 ഫൈസാപൂർ സമ്മേളനം. 2 വർഷങ്ങൾക്ക് ശേഷം 1935 പ്രമേയം പാസ്സാക്കിയത്. 37 ഫൈസാപൂർ സമ്മേളനത്തിൽ വെച്ചാണ് INC ഇത് അംഗീകരിച്ചത്. അധ്യക്ഷനാരാണ്? നെഹ്റുവാണ്. അധ്യക്ഷനാരാണ്? നെഹ്റുവാണ്. ഇനി പറയാനുള്ളത് വേവൽ പ്ലാനിനെ കുറിച്ചാണ്. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ. നോട്ട് ചെയ്യുക കേട്ടോ. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് ഏത്? വേവൽ പ്ലാൻ. എന്താണ് വേവൽ പ്ലാൻ? അങ്ങനെ ഈ ഒരു ഭരണഘടന നിലവിൽ വരാൻ കാരണമായ പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? വേവൽ പ്ലാനാണ്. ഭരണഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? വേവൽ പ്ലാൻ ആണ്. ഈ വേവൽ പ്ലാൻ എന്നാണ്? 1945 ജൂൺ 14. 1945 ജൂൺ 14. ഇനി ക്യാബിനറ്റ് മിഷൻ. നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ഭരണഘടനയിലേക്ക് എത്തിപ്പെട്ട നാൾവഴികൾ. ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ എന്താണ്? ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ട പ്ലാനാണ് ക്യാബിനറ്റ് മിഷൻ. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ട പ്ലാനാണ് ക്യാബിനറ്റ് മിഷൻ. ഭരണഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള മിഷൻ ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. ഭരണഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള മിഷൻ ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. ഈ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. ആരാണ് അയച്ചത്? ക്ലെമന്റ് ആറ്റ്ലി. എന്നാണ് ഇന്ത്യയിലെത്തിയത്? 1946 മാർച്ച് 24. എന്നാണ് 1946 മാർച്ച് 24. 47 സ്വാതന്ത്ര്യം കിട്ടി. അതിന് മുന്നേ ഒരു വർഷം മുന്നേ 1946 എന്ത് ഇങ്ങനൊരു മിഷൻ ഇന്ത്യയിലെത്തിയത്. ആ ഒരു മിഷൻ, ആ ഒരു പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയതെന്നാണ്? മെയ് 16. അതേ വർഷം തന്നെ മെയ് 16 പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത്. നമ്മൾ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ളത്, ഭരണഘടനയുടെ നിർമ്മാണ സഭയുണ്ടല്ലോ, അതിൻ്റെ സമ്മേളനവും എല്ലാ കാര്യങ്ങളും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ? 1946. ആ 1946 ക്യാബിനറ്റ് മിഷൻ വന്നത്. അവരുടെ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയതും വന്നത് മാർച്ച് 24. പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് മെയ് 16. അങ്ങനെ ആ ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെ ആരായിരുന്നു വൈസ്രോയി? വേവൽ പ്രഭു ആയിരുന്നു. ആരായിരുന്നു വൈസ്രോയി? വേവൽ പ്രഭു. ആ ഒരു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്. ചെയർമാൻ ആരാണ്? പെത്വിക് ലോറൻസ്. പിന്നെയുള്ള 2 മെമ്പേഴ്സാണ് AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. AV അലക്സാണ്ടർ അതുപോലെ തന്നെ സ്റ്റഫോർഡ് ക്രിപ്സ്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ്? ഒന്ന് ഓർത്തു നോക്കിയേ. MN റോയ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ്? MN റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ആരാണ്? രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ. ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ട മിഷനാണ് ക്യാബിനറ്റ് മിഷൻ.
ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ട മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. ഇനി ഓഗസ്റ്റ് ഓഫർ. എന്താണ് ഓഗസ്റ്റ് ഓഫർ? രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ആ ഒരു സമയത്ത് ലിൻലിത്ഗോ പ്രഭു നൽകിയ ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ. അവരെന്താണ് ഓഫർ ചെയ്തത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന തയ്യാറാക്കാനുള്ള ഒരു അവസരം നൽകും എന്നതായിരുന്നു ഓഫർ. യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യുക? ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഭരണഘടന തയ്യാറാക്കാനുള്ള അവസരം നൽകും. ആരാണ് ഓഫർ നൽകിയത്? ലിൻലിത്ഗോ പ്രഭു എന്നാണ്. ഓഗസ്റ്റ് ഓഫർ ഓഗസ്റ്റിലാണ്. ഏതാണ് വർഷം? 1940 ഓഗസ്റ്റ് 8. 1940 ഓഗസ്റ്റ് 8. ഇനി അടുത്തതാണ് ക്രിപ്സ് മിഷൻ. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറക്കരുത്, ഒരു ഭരണഘടനയിലേക്കുള്ള നമ്മുടെ പ്രയാണമാണ് അല്ലേ. അടുത്തതാണ് ക്രിപ്സ് മിഷൻ. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇന്ത്യയുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ അധ്യക്ഷതയിൽ വിൻസ്റ്റൺ ചർച്ചിൽ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ അധ്യക്ഷതയിൽ വിൻസ്റ്റൺ ചർച്ചിൽ നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ഇത് ഇന്ത്യയിലെത്തിയതെന്നാണ്? 1942 മാർച്ച് 22 ഇന്ത്യയിലെത്തിയത്. 1942 മാർച്ച് 22 അവർ ഇന്ത്യയിലെത്തി. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മിക്കുന്നതിന് എന്ത് ചെയ്യും? ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കും. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മിക്കുന്നതിന് ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കും എന്നതാണ് ക്രിപ്സ് മിഷൻ. മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അവസാന നിയമം ഏതാണ്? ആരാണ് പാസ്സാക്കിയത്? ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇനി പറയാനുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് കേട്ടോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് 1935. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏതിനോടാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻസ് ബ്രിട്ടീഷ് ഭരണഘടന കൊടുക്കും, അമേരിക്കൻ ഭരണഘടന ഒക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ ഭരണഘടനയാണെന്ന് വെച്ച് അമേരിക്കയൊക്കെ എഴുതാൻ പോകും. അപ്പോൾ അതല്ല ആൻസർ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഈ ഭരണഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഭരണഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ആക്ട് ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഈ ദ്വിഭരണം കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന ആക്റ്റും ഇന്ത്യയിലേക്ക് പൊതു തിരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ കാരണമായ ആക്റ്റും അതുപോലെ തന്നെ എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ദ്വിഭരണം കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിത്തറ പാകിയ ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിത്തറ പാകിയ ആക്റ്റാണ് ഏത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടന പ്രധാനമായും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബന്ധപ്പെട്ട് കിടക്കുന്നു. മനസ്സിലായല്ലോ?
ഈ ഒരു ആക്ടിനെ കുറിച്ച് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഒരു കോട്ടാണ് ശക്തമായ ബ്രേക്കുള്ളതും എൻജിനില്ലാത്തതുമായ യന്ത്രം. ശക്തമായ ബ്രേക്കുള്ളതും എൻജിനില്ലാത്തതുമായ യന്ത്രം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെക്കുറിച്ചാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യ അടിയന്തരാവസ്ഥ എന്നൊരു ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഇന്ത്യ അടിയന്തരാവസ്ഥ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഈ ഒരു ആക്ട് പാസ്സാക്കിയപ്പോൾ ആരായിരുന്നു വൈസ്രോയി? വെല്ലിംഗ്ടൺ പ്രഭു. ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു, അത് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു. ആക്ട് പാസ്സാക്കിയപ്പോൾ വെല്ലിംഗ്ടൺ പ്രഭു, പ്രാബല്യത്തിൽ വന്നപ്പോൾ ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു. ഈ ഒരു ആക്ട് എന്തായി? ഒരു ഭാവി ഭരണഘടനയുടെ ഒരു മാതൃകയായിത്തീർന്നു, ഒരു മോഡലായിത്തീർന്നു. ഈ ഒരു ആക്ട് ഭാവി ഭരണഘടനയുടെ മാതൃകയായിത്തീർന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഭരണഘടനയ്ക്ക് മുൻപ് നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്ലാസ് റെക്കോർഡഡ് ക്ലാസ്സാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് കേൾക്കുക. എവിടെയാണെങ്കിലും, ഇനി കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ വർക്കിലാണെങ്കിലും ഒക്കെ ഇതൊന്ന് ഓണാക്കിയിടുക. നമ്മൾ വോയിസെങ്കിലും കേൾക്കുമല്ലോ. കേട്ട് 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 നമ്മൾ അതങ്ങ് പഠിച്ചോളും. നമ്മൾ പാട്ടൊക്കെ എങ്ങനെയാണ് പഠിക്കണേ? എഴുതിയെടുത്ത് അങ്ങ് കാണാണ്ട് പഠിക്കുകയാണോ? അല്ല, നമ്മളെന്താ ചെയ്യുക? കേട്ട് അറിയാതെ അങ്ങ് പഠിച്ചു പോകും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് കേൾക്കുക, കേട്ടിട്ട് പഠിക്കുക. ഇതിപ്പോൾ ലൈവ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കേട്ട് പഠിക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ. ഇത് റെക്കോർഡഡ് ക്ലാസ് അല്ലേ. അപ്പോൾ നമ്മൾ കേട്ട് തന്നെ പഠിക്കുക. എന്നിട്ട് നമ്മൾ രാത്രി എക്സാം അറ്റൻഡ് ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്ത് നല്ല ഫുൾ മാർക്ക് തന്നെ വാങ്ങാം. എക്സാമിൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതൊക്കെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും തെറ്റിയാൽ അതൊന്നും കൂടെ എടുത്ത് നോക്കുക. നമ്മൾ PDF എടുത്ത് നോക്കിയാൽ മനസ്സിലാവില്ലേ? അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. എന്ത് ഡൗട്ടാണെങ്കിലും നമ്മൾ തീർത്ത് തരും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ബാക്കി ഭാഗങ്ങൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിക്കുക. താങ്ക് യു. ബ്രൈനി ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എക്സാമും അറ്റൻഡ് ചെയ്ത് അതിനൊക്കെ ഫുൾ സ്കോറൊക്കെ വാങ്ങി ഇരിക്കുന്നവരാകും നമ്മൾ അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? എന്നും ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. അതുപോലെ എക്സാം എഴുതുക. റിവിഷൻ ഉണ്ട്, അതും നമ്മൾ കേൾക്കണം. കേട്ടല്ലോ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 1 എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണേ. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മുടെ സിലബസ് നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൽ മെൻഷൻ ചെയ്തൊരു ടോപ്പിക്കായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ഭാഗമാണ് കേട്ടോ. ഇന്ന് നമ്മൾ എടുക്കുന്നത് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ. നമ്മുടെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. ആ രാജ്യത്തിലെ എല്ലാ ആളുകളെയും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭരണഘടന ഉണ്ടാക്കണം, വേണ്ടേ? അപ്പോൾ അത്രയും വലിയൊരു നിയമസംഹിത നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം. 1946 തൊട്ട് ഭരണഘടന നിലവിൽ വരുന്നത് വരെയുള്ള ഒരുപാട് വർഷങ്ങളുണ്ട്, ഡേറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മൾ പഠിക്കുക തന്നെ വേണം. അത് നമുക്ക് ആ ഒരു ഓർഡറിൽ അങ്ങനെ പറഞ്ഞു പോവാം കേട്ടോ. ഓരോ വർഷം എടുത്തുകൊണ്ട് ആ വർഷത്തിൽ എന്തൊക്കെ നടന്നു എന്ന് നമുക്ക് നോക്കാം.
ആദ്യത്തത് 1946. ഈ 1946 മാർച്ച് 24 നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയതെന്നാണ് 1946 മാർച്ച് 24. അടുത്ത മാസം അല്ല, അതിൻ്റെ അടുത്ത മാസം മെയ് 16 എന്തായി? ഈ ക്യാബിനറ്റ് മിഷൻ്റെ പ്ലാൻ അവതരിപ്പിച്ചു. മെയ് 16 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് ഡിസംബർ 6 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ഡിസംബർ 6. ഡിസംബർ 9 എന്ത് ചെയ്യുന്നത്? ഈ നിർമ്മാണ സഭയുടെ നമ്മൾ ഒരു നിർമ്മാണ സഭ രൂപീകരിച്ചു. ആ രൂപീകരിച്ച സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഡിസംബർ 9. വർഷം ഏതാണ്? 1946. മറക്കരുത്, 1946 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഡിസംബർ 9 എന്ത്? ആദ്യ സമ്മേളനം. എന്തിൻ്റെ ആദ്യ സമ്മേളനം? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതിന് ശേഷം ആ ഒരു നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഡിസംബർ 9. ഈ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ഡൽഹിയിലെ പാർലമെൻ്ററി ഹാളിൽ വെച്ചാണ്. സമ്മേളനം നടന്നത് ഡൽഹിയിലെ പാർലമെൻ്ററി ഹാളിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഒരു സമ്മേളനത്തിൽ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. JB കൃപലാനിയാണ് നമ്മുടെ നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത്. അങ്ങനെയുള്ള ആ ഒരു ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു? 207 പേര് പങ്കെടുത്തു. എത്ര പേരാണ് പങ്കെടുത്തത്? 207 പേര്. ആ 207 പേരിൽ 9 പേര് വനിതകളായിരുന്നു. 207 പേരിൽ 9 പേര് വനിതകളായിരുന്നു. ആ ഒരു ആദ്യ സമ്മേളനത്തിൽ ഒരു താൽക്കാലിക അധ്യക്ഷനുണ്ട്. അധ്യക്ഷൻ്റെ പേരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആരാണ്? താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതേ വർഷം 1946 ഡിസംബർ 11 എന്ത് ചെയ്തു? ഇതിന് മുന്നേ നമുക്കൊരു താൽക്കാലിക അധ്യക്ഷനുണ്ട്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡിസംബർ 11 എന്ത് ചെയ്തു? ഒരു സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെ നിയമിച്ചു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിച്ചു. സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെയാണ് നിയമിച്ചത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. പിന്നെ 2 ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? HC മുഖർജി, VT കൃഷ്ണമാചാരി. ആരൊക്കെയായിരുന്നു ഉപാധ്യക്ഷന്മാർ? HC മുഖർജി, VT കൃഷ്ണമാചാരി. നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു? ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു? BN റാവു. ആരായിരുന്നു? BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ നക്കൽ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ്. രണ്ടും വരാം. നക്കൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതാരാണ്? നമ്മുടെ നിയമ ഉപദേഷ്ടാവായിട്ടുള്ള BN റാവുവാണ്. ആരാണ് നക്കൽ തയ്യാറാക്കിയത്? BN റാവു. പിന്നെ അതേ വർഷം 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു. എന്താണ് ലക്ഷ്യപ്രമേയം? നമ്മൾ ഭരണഘടന നിർമ്മാണ സഭയാണ് രൂപീകരിച്ചിട്ടുള്ളത്, അല്ലേ? ആ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്ന പ്രമേയമാണ് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം. ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്ന പ്രമേയമാണ് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം. അത് അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എന്നാണ് ഇത് അവതരിപ്പിച്ചത്? ഡിസംബർ 13. അതേ വർഷം 1946 ഡിസംബർ 23 ആദ്യത്തെ സെഷൻ അവസാനിച്ചു.
ഡിസംബർ 23 ആദ്യത്തെ സെഷൻ അവസാനിച്ചു. ഇനി അടുത്ത വർഷം 1946 കഴിഞ്ഞു. അടുത്ത വർഷം 1947. ഈ 1947 ഡിസംബർ 22 എന്ത് ചെയ്തു? ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. നമ്മൾ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ട്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം സമിതി എന്നാണ് അംഗീകരിച്ചത്? തൊട്ടടുത്ത വർഷം 1947 ജനുവരി 22. ജൂലൈ 22 ദേശീയ പതാക അംഗീകരിച്ചു. ജൂലൈ 22 എന്താണ്? ദേശീയ പതാക അംഗീകരിച്ചു. അതേ വർഷം ഓഗസ്റ്റ് 14 എന്തായി? ഇതുവരെ ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു. ആ ഭരണഘടനാ നിർമ്മാണ സഭ എന്തായി മാറി? നിയമനിർമ്മാണ സഭയായി മാറി. ഭരണഘടന നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി മാറിയത് എന്നാണ്? 1947 ഓഗസ്റ്റ് 14. ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഓഗസ്റ്റ് 29 എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. വിവിധ വിഷയങ്ങൾക്കായിട്ട് ഭരണഘടന നിർമ്മാണ സമിതി പ്രധാനമായിട്ടും ഒരു 10 കമ്മിറ്റികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ 10 കമ്മിറ്റിയിൽ ഒന്നാണ് എന്ത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് BR അംബേദ്കർ. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ. ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 അംഗങ്ങളെയും നമ്മൾ നോട്ട് ചെയ്യണം, പഠിക്കണം. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. 2-3 ആളുകളെ തന്നിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര് എന്ന് ചോദിച്ചിട്ട് കേട്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിത് നോക്കി വെക്കണം. അപ്പോൾ ആ 7 അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഒന്ന് ഡോക്ടർ BR അംബേദ്കർ, നമ്മൾ പറഞ്ഞു ചെയർമാനാണ്. ഡോക്ടർ BR അംബേദ്കർ ആരാണ്? ചെയർമാനാണ്. ബാക്കിയുള്ള മെമ്പേഴ്സാണ് KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തൽ. ഈ BL മിത്തൽ രാജിവെച്ചതിന് ശേഷം വന്ന ആളാണ് മാധവറാവു. BL മിത്തൽ രാജിവെച്ചതിന് ശേഷം വന്ന ആളാണ് മാധവറാവു. പിന്നെയുള്ളതാണ് DP ഖൈത്താൻ. DP ഖൈത്താൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം വന്ന ആളാണ് TT കൃഷ്ണമാചാരി. മരണശേഷം വന്ന ആളാണ് TT കൃഷ്ണമാചാരി. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. നോട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ് എന്ന് പറയുമ്പോൾ അതിൽ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ജവഹർലാൽ നെഹ്റു. നമുക്ക് കൺഫ്യൂസിങ് ആവും. ഇവിടെ ഭരണഘടനയുടെ ആമുഖമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു, അല്ലാതെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ല. 1947 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 47 നവംബർ 17 എന്താണ്? നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭ എന്തായിട്ട് മാറി? നിയമനിർമ്മാണ സഭയായിട്ട് മാറി. ആ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് നവംബർ 17 എന്നാണ്? നവംബർ 17. ആ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? GV മാവലങ്കാർ. ആരായിരുന്നു ആദ്യത്തെ സ്പീക്കർ? GV മാവലങ്കാർ. ഈ ഭരണഘടന നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആൻ്റണി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്?
ഫ്രാങ്ക് ആൻ്റണി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാനാണ് എസ്.എം. മുഖർജി. ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരാണ്? എസ്.എം. മുഖർജി. നമ്മൾ 1946 കാര്യങ്ങൾ പറഞ്ഞു, 47 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത വർഷം 48. ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? ഭരണഘടന നിലവിൽ വന്നിട്ടില്ല. 1948 നവംബർ 4 ആകെ ഒരു കാര്യമേ ഉള്ളൂ അവിടെ പഠിക്കാൻ. നവംബർ 4 ഭരണഘടനയുടെ ആദ്യ വായന എന്നാണ്? നവംബർ 4. ആകെ എത്ര വായനകൾ നടന്നിട്ടുണ്ട്? 3 വായനകൾ നടന്നിട്ടുണ്ട്. അതിൽ ആദ്യ വായന എന്നാണ്? നവംബർ 4 ഇനി തൊട്ടടുത്ത വർഷം 46 പറഞ്ഞു, 47 പറഞ്ഞു, 48 കഴിഞ്ഞു. ഇനി 49. 49 നവംബർ 26. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നവംബർ 26 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിയമദിനം എന്നാണ്? ഭരണഘടനാ ദിനം എന്നാണ്? എന്തുകൊണ്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്? ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നതാണ് പ്രീവിയസ് ആയിട്ട്. അപ്പോൾ നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു. എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? നവംബർ 26. അതുകൊണ്ടാണ് അന്ന് ഭരണഘടനാ ദിനം എന്ന് അറിയപ്പെടുന്നത്. നവംബർ 26 ഭരണഘടനാ ദിനം എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ്? ഭരണഘടന അംഗീകരിച്ചത് അന്നാണ്. പിന്നെ വേറൊരു പ്രത്യേകത, നവംബർ 26 നിയമദിനമാണ്. നിയമദിനം, അതുപോലെ തന്നെ ഭരണഘടനാ ദിനം, ഇതൊക്കെ നവംബർ 26 പിന്നെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതിയാണ് നവംബർ 26. ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതി ഏതാണ്? നവംബർ 26. തൊട്ടടുത്ത വർഷം 1950. 46 കഴിഞ്ഞു, 47 കഴിഞ്ഞു, 48 കഴിഞ്ഞു, 49 കഴിഞ്ഞു. അടുത്തത് 50. 1950. 50 ജനുവരി 24 നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം എന്നാണ്? ജനുവരി 24. ഏതാണ് വർഷം? 1950. ആ അവസാന സമ്മേളനത്തിൽ എത്ര പേരാണ് ഒപ്പുവെച്ചത്? 284 പേര് ഒപ്പുവെച്ച സമ്മേളനമാണ് എന്ന് 1950 ജനുവരി 24 നടന്ന സഭയുടെ അവസാന സമ്മേളനം. ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവ അംഗീകരിച്ച സമ്മേളനമാണ് 1950 ജനുവരി 24. ജനുവരി 24 ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവ അംഗീകരിച്ചത്. ജനുവരി 24 തൊട്ടടുത്ത ഡേറ്റാണ് ജനുവരി 25. ജനുവരി 25 24 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവസാന സമ്മേളനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത ഡേറ്റ് 24 കഴിഞ്ഞ് 25 ദിവസം ജനുവരി 25 നമ്മൾ എന്ത് ചെയ്തു? സഭ പിരിച്ചുവിട്ടു. സഭ പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. ആ സെയിം ഡേറ്റിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ആ ഡേറ്റാണ് വോട്ടേഴ്സ് ഡേ എന്നറിയപ്പെടുന്നത്. ജനുവരി 25 വോട്ടേഴ്സ് ഡേ. 24, 25 അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് 26 ജനുവരി 26. ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. 24 അവസാന സമ്മേളനം, 26 ഭരണഘടന നിലവിൽ വന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26 അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ്? ജനുവരി 26. ദേശീയ ചിഹ്നം അംഗീകരിച്ചത് ജനുവരി 26. ദേശീയ ചിഹ്നം അംഗീകരിച്ചതെന്നാണ്? ജനുവരി 26. ഏതാണ് വർഷം? 1950. 26 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 27 ഇല്ല, 28. ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. എന്നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്? ജനുവരി 28.
ഇനി 1957 50 എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടന നിലവിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം സംഭവിച്ചൊരു കാര്യം 1957 മാർച്ച് 22 ദേശീയ കലണ്ടർ അംഗീകരിച്ചു. മാർച്ച് 22 ദേശീയ കലണ്ടർ അംഗീകരിച്ചു. ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്ഥിരാംഗങ്ങളുടെ എണ്ണമാണ് 389. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണമാണ് 389. ഇത് +2 ടെക്സ്റ്റ് ബുക്കിൽ 385 എന്നാണ് കാണുക. +2 ടെക്സ്റ്റ് ബുക്കിൽ 385. 389 സ്ഥിരാംഗങ്ങൾ. ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എന്താണ്? 385. നമ്മുടെ ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഈ 389 90 പേര് എവിടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ ഈ വിഭജന ശേഷം സ്ഥിരാംഗങ്ങൾ എത്രണ്ണ? 299 പേര്. 90 പേര് പാകിസ്ഥാനിൽ പോയി, ബാക്കി 299. നമ്മൾ പറഞ്ഞു അവസാന സമ്മേളനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 284. ഭരണഘടനയിൽ ഒപ്പുവെച്ചവരുടെ എണ്ണമാണ് 284. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. നാട്ടുരാജ്യങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങളുടെ എണ്ണം 93. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. നാട്ടുരാജ്യങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങളുടെ എണ്ണം 93. ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ 4. ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? 4 പേര്. നമ്മുടെ ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം പട്ടിക വിഭാഗക്കാരായിട്ട് 28 പേരാണ് ഉണ്ടായിരുന്നത്. പട്ടിക വിഭാഗക്കാരായിട്ട് എത്ര പേരാണ്? 28 പേര്. അതിൽ വനിതകൾ 15 പേരാണ്. വിഭജനത്തിന് ശേഷമാണ് 15. വിഭജനത്തിന് മുന്നേ അത് 17 പേരുണ്ടായിരുന്നു. വനിതകൾ എത്ര പേരാണ്? 15 പേര്. അതിൽ മലയാളികളായിട്ട് 17 പേരുണ്ട്. മലയാളികളായിട്ട് 17 പേരും അതിൽ 3 പേരെന്താണ്? വനിതകളാണ്. ഈ 17 പേരിൽ 3 പേരെന്താണ്? വനിതകളാണ്. ഈ 17 മലയാളികൾ എവിടെ നിന്നൊക്കെയുള്ളവരാണ്? മദ്രാസിൽ നിന്ന് 9 പേരുണ്ട്. മദ്രാസിൽ നിന്ന് എത്ര പേരുണ്ട്? 9 പേര്. തിരുവിതാംകൂറിൽ നിന്നോ 6 പേരുണ്ട്. കൊച്ചിയിൽ നിന്ന് ഒരാൾ. ആ ഒരാൾ ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ആരാണ് ഈ ഒരാൾ? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒരാൾ. ആ ഒരാൾ ആരാണ്? ജോൺ മത്തായി. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് എത്ര പേരുണ്ട്? ഒരാൾ. ആ ഒരാൾ ആരാണ്? ജോൺ മത്തായി. പിന്നെ നമ്മൾ പറഞ്ഞു 17 മലയാളികളുണ്ടായിരുന്നു. 17 മലയാളികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ 17 മലയാളികളിൽ 3 പേര് വനിതകളാണെന്ന് പറഞ്ഞു അല്ലേ? ആ 3 പേര് ആരൊക്കെയാണ്? തിരുവിതാംകൂറിൽ നിന്ന് ആനി മസ്ക്രീൻ. തിരുവിതാംകൂറിൽ നിന്ന് ആനി മസ്ക്രീൻ. മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ. മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ. അതേ മദ്രാസിൽ നിന്ന് തന്നെ ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ആരൊക്കെയാണ് 3 പേര്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിട്ടുള്ള ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിട്ടുള്ള ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. നമ്മൾ പറഞ്ഞു കൊച്ചിയെ പ്രതിനിധീകരിച്ചത് ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന 2 പേര് പിന്നീട് എന്തായി? കേരള മുഖ്യമന്ത്രിമാരായി. അവരാണ് പട്ടം താണുപിള്ള, ആർ ശങ്കർ. പട്ടം താണുപിള്ള, ആർ ശങ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജോൺ മത്തായി എവിടെ നിന്നാണ് പ്രതിനിധീകരിച്ചത്? യുണൈറ്റഡ് പ്രൊവിൻസിൽ.
യുണൈറ്റഡ് പ്രൊവിൻസിനെയാണ് പ്രതിനിധീകരിച്ചത്. ഇന്നത്തെ UP ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് എന്ന്? നവംബർ 17 എന്നാണ്. നവംബർ 17. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് 11 സെഷനാണ് ഉണ്ടായിരുന്നത്. എത്ര സെഷനാണ്? 11 സെഷൻ. എത്ര ദിവസം സമ്മേളിച്ചു? 165 ദിവസം. എത്ര ദിവസമാണ് സമ്മേളനം? 165 ദിവസം. 166 എന്നും കാണാം കേട്ടോ. അപ്പോൾ 165, 166 രണ്ടും മൈൻഡിൽ വെക്കുക. ഓപ്ഷൻസ് ഏതാ വരുന്നത് അത് കറക്റ്റ് ടിക്ക് ചെയ്യുക. ഈ ഒരു ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം എത്രയാണ്? 2 വർഷവും 11 മാസവും 18 ദിവസവും. എത്രയാണ്? 2 വർഷവും 11 മാസവും 18 ദിവസവും. 17 ദിവസം എന്നും കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഏതാണ് ഓപ്ഷൻ അത് ടിക്ക് ചെയ്യുക. രണ്ടുകൂടെ എന്തായാലും വരില്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു ഭരണഘടന നിർമ്മിക്കാനെടുത്ത ചെലവ് 64 ലക്ഷം രൂപയാണ്. എത്രയാണ്? 64 ലക്ഷം രൂപ. ഭരണഘടനയുടെ മുദ്ര എന്ന് പറയുന്നത് ആനയാണ്. നമ്മുടെ ഭരണഘടനയുടെ മുദ്ര എന്താണ്? ആനയാണ്. ഭരണഘടന തയ്യാറാക്കുന്നതിനെടുത്ത ഭേദഗതികളുടെ എണ്ണം 2474. എത്ര ഭേദഗതികളാണ്? 2474. നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവം എന്താണ്? ക്വാസി ഫെഡറലാണ്. നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവം ക്വാസി ഫെഡറലാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് KC വയറാണ്. ആ ഒരു ബന്ധം മനസ്സിലാവണില്ലേ? ക്വാസി എന്ന് പറയുമ്പോൾ KC ഒരേപോലെ തോന്നുന്നില്ലേ? ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചതാണ് KC വയർ. ആരാണ്? KC വയർ. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ. തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുണ്ട്. അംഗങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞു പ്രവിശ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതാണ് എന്ത്? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറിയാണ് HVR അയ്യങ്കാർ. സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണൻ. ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയ ആളാണ് വസന്ത് കൃഷ്ണൻ. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൽ 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളും 22 പാർട്ടുമാണുള്ളത്. എങ്ങനെയാണ്? 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളും 22 പാർട്സുമാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉള്ളത്. നമ്മുടെ ഭരണഘടനാ പ്രകാരം പരമാധികാരം ജനങ്ങളുടെ കൈകളിലാണ്. ഭരണഘടനാ പ്രകാരം പരമാധികാരം ജനങ്ങളുടെ കൈകളിലാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ. അത് നമുക്കറിയാം അല്ലേ? ചോദിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ വ്യക്തിയാണ് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ വ്യക്തിയാണ് നന്ദലാൽ ബോസ്. ഈ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ പാഴ്സി പ്രതിനിധിയാണ് HP മോഡി. നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ പാഴ്സി പ്രതിനിധിയാണ് HP മോഡി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10ഓളം കമ്മിറ്റികളുണ്ട്. അതിലെ ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റ് കമ്മിറ്റി, വേറൊരു കമ്മിറ്റിയാണ് സ്റ്റേറ്റ് കമ്മിറ്റി. ഈ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓർഡർ ഓഫ് ബിസിനസ് എന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് എന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു?
KM മുൻഷി. ഇനി സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണഘടനാ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഒരുപാട് കമ്മിറ്റികളുണ്ട്. അതിലെ ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ആ കമ്മിറ്റിയുടെ പേരെന്താണ്? ഭരണഘടനാ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റി. അതിൻ്റെ ചെയർമാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മളെങ്ങനെയായിരുന്നു? നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ച് കിടക്കായിരുന്നു. ഇവരെയൊക്കെ ഏകീകരിച്ച് ഒരു ഇന്ത്യൻ യൂണിയൻ എന്നൊരു ഒറ്റ ഇന്ത്യ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? നമ്മൾ പറഞ്ഞതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു, സ്ഥിരം അധ്യക്ഷനായിരുന്നു. ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ സ്റ്റാഫ് ഫിനാൻസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതുപോലെ തന്നെ ഭരണഘടനാ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. രണ്ട് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ സ്റ്റാഫ് ഫിനാൻസിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ ഭരണഘടനാ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഒരുപാട് കമ്മിറ്റികളുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കമ്മിറ്റികളിൽ കുറച്ച് കമ്മിറ്റികൾ നമുക്കിവിടെ പറയാം കേട്ടോ. കമ്മിറ്റികളും ചെയർമാന്മാരും. ഡ്രാഫ്റ്റ് കമ്മിറ്റി ആരാണ്? നമ്മൾ പറഞ്ഞതാണ് BR അംബേദ്കർ. 7 അംഗങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അംഗങ്ങളെ നമ്മൾ എന്തായാലും പഠിക്കണം. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഇതിൻ്റെ രണ്ടിൻ്റെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ചെയർമാനും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാനും ജവഹർലാൽ നെഹ്റുവാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. പറഞ്ഞു നമ്മൾ ഒരു പ്രാവശ്യം. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ചെയർമാനായിട്ടുള്ള കമ്മിറ്റികളാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാനായിട്ടുള്ള കമ്മിറ്റികളാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഈ രണ്ട് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഏതൊക്കെയാണ് കമ്മിറ്റികൾ? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഈ രണ്ട് കമ്മിറ്റിയുടെയും ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ സ്ഥിരം അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ചെയർമാൻ. ഇത്രയുമാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. ആമുഖം എന്ന ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കും. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അത് നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇന്ന് രാത്രിയിൽ നമുക്ക് എന്തുണ്ട്? എക്സാം ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പാർട്ട് 1 കൂടെ കേൾക്കുക, ഒരു റിവിഷൻ എന്ന നിലക്ക്. ഓക്കെ, താങ്ക് യു.